സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത പങ്കുവയ്ക്കുമ്പോൾ ഒക്ടോബർ 1 മുതൽ മലയാള സിനിമയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും നിർമ്മാതാക്കൾ ഇത് സംബന്ധിച്ച് കത്തയച്ചു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്ന അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ കരാർ ഒപ്പിടണമെന്നും കരാറിന് പുറത്ത് പ്രതിഫലം നൽകില്ല എന്നുമാണ് കത്തിൽ പറയുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ സിനിമാ മേഖലയിൽ ഒന്നടങ്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ സിനിമാ മേഖല നേരിടുന്ന മറ്റു പ്രതിസന്ധികളെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിലൊന്നായിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച വാദം. അതിലിപ്പോൾ WCCക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, വനിതകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അത് വേതനത്തെ സംബന്ധിച്ചാണ് എങ്കിൽ വേതനം കൈപ്പറ്റുന്നതും വേതനം നൽകുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരുടേതായ വിയോജിപ്പുകളും നിലപാടുകളും ഒക്കെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സേവന വേതന കരാർ നിർബന്ധമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയതാണ് ഈ സിനിമാ മേഖലയിലെ താരങ്ങളുടെ പ്രതിഫലം, അതിനുശേഷം അഭിനയം ആരംഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രതിഫലത്തിലെ വ്യത്യാസങ്ങൾ, ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും പ്രതിഫലം മാറുന്ന സാഹചര്യം, അത് അനുവദിക്കാനാകില്ല. ഒരു പ്രൊജക്റ്റിൽ അംഗമായാൽ ആ പ്രൊജക്റ്റ് തീരുന്നതുവരെ ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതെല്ലാം പ്രൊഡ്യൂസർമാർ വ്യക്തമാക്കിയതാണ്. അത്തരം ചില ചർച്ചകളൊക്കെ നേരത്തെ നടക്കുകയും ചെയ്തതാണ്. സിനിമാ മേഖലയുമായുള്ള സഹകരിക്കുന്ന പ്രധാനപ്പെട്ട നായകവേഷമൊക്കെ ചെയ്യുന്നവർ പലപ്പോഴും കൃത്യമായ ഷെഡ്യൂൾ പാലിക്കുന്നില്ല എന്ന ആക്ഷേപം, അങ്ങനെ നിരവധിയായ പരാതികളുണ്ടായിരുന്നു. നവമി, ഇത്തരം എല്ലാ ആക്ഷേപങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധി എന്ന നിലയിൽ കൂടിയാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കരാർ നിർബന്ധമാക്കുന്നത്? അഭിലാഷ്, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ എല്ലാ മേഖലയിലും, ഈ പെപ്സി ആയാലും അമ്മയായാലും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഒക്കെ വലിയ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പുതിയൊരു കരാർ ഇറക്കിയിരിക്കുന്നത്. ഈ കരാർ മുൻപ് തന്നെ നിലനിന്നിരുന്നു, പക്ഷെ അത് പലപ്പോഴും സിനിമാ മേഖലയിൽ പാലിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിങ്ങിൽ പാലിക്കപ്പെടുന്നിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും നിർബന്ധമായും ഈ ഒരു കരാറ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അന്ത്യശാസനം എന്നുള്ള തരത്തിൽ നിർമ്മാതാക്കൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ സേവന വേതന കരാറിൽ ഒപ്പിടണം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്നവർ മുദ്രപത്രത്തിൽ കരാർ നൽകണം. കരാറിന് പുറത്ത് പ്രതിഫലം നൽകുകയില്ല. 1 ലക്ഷം രൂപ വരെ പ്രതിഫലം പറ്റുന്നവർ നിർമ്മാണ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ തന്നെ ഈ കരാർ ഒപ്പിടണം. ഒപ്പം തന്നെ ഈ 1 ലക്ഷത്തിന് മുകളിൽ രൂപ കൈപ്പറ്റുന്നവരാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മുദ്രപത്രം വേണം. ഈ കരാറിൽ ഒപ്പിടാത്ത പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ സിനിമയിലെ നടന്മാരോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദഗ്ധരോ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ലംഘനം നടത്തിയാലോ അല്ലെങ്കിൽ കരാറിൽ ഒപ്പിടാതിരിക്കുകയോ ചെയ്താൽ പിന്നീട് ഏതെങ്കിലും തരത്തിലൊരു തർക്കമുണ്ടായാൽ, അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കമുണ്ടായാൽ അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടുകയില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തും പരാതികളുമായി പല നടന്മാരും സംവിധായകരും ഒക്കെ എത്തുന്നുണ്ട്. ഈ കരാറിൽ ഒപ്പിടാത്ത പക്ഷം ഇനി അങ്ങനെയുള്ള പരാതികൾ സ്വീകരിക്കുകയില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക ചൂഷണവും, ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണം സിനിമാ സെറ്റുകളിൽ നടന്നതായി അറിഞ്ഞാൽ അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകും. നിയമപരമാണെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ലഹരി ഉപയോഗം. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ള പല പരാതികളും ഉയരുന്നുണ്ട്. പല വിലക്കുകളും ഇതിനു മുൻപ് പല നടന്മാരും നേരിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നാൽ അതിനെതിരെയും ശക്തമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും അയച്ച കത്തിൽ പറയുന്നത്. അഭിലാഷ്, അതാണ് നവമി സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ
രേഖകളും ഉള്ളടക്കവും പുറത്തു വന്നതോടുകൂടി തന്നെയാണ് സിനിമാ മേഖലയിൽ ഒന്നാകെ ചില മാറ്റങ്ങളും ശുദ്ധീകരണങ്ങളും ഒക്കെ നടത്തണമെന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആവശ്യപ്പെടുന്നത്.